Hi friends, welcome to Janz Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ ഡിസൈനാണ്. സിഗരറ്റ് പാൻറ്റ് ഞാൻ പല മോഡലിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തേത് താഴെ നമ്മൾ നെറ്റ് കൂടി വരുന്ന ഒരു മോഡലിൽ പാൻറ്റാണ്. ഈ ഒരു റീല് ഈ ചുരിദാർ ഇട്ടേക്കുന്നതിൻ്റെ റീല് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന പാൻറ്റാണ് ഈ ഒരു പാൻറ്റ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫങ്ഷനിലൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പാൻറ്റാണ്. നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിനോട് പെയർ ചെയ്യുന്ന ഈ കമ്മലും മലയും നമ്മൾ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ പുറകെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ ഇന്ന് സിഗരറ്റ് പാൻറ്റാണ് ചെയ്യുന്നത്. സിഗരറ്റ് പാൻറ്റ് ഞാൻ പല മോഡലിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന മോഡലും പിന്നെ പോക്കറ്റുള്ള മോഡലാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം 2 ഫോൾഡിങ്ങിൽ നമ്മുടെ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ സാധാരണ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് ഈ ഫോൾഡിങ്ങിൻ്റെ അവിടുന്ന് 8 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുക. നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത് 37 ആണ്. താഴെ നമ്മൾ 3 ഇഞ്ചോളം ട്രാൻസ്പെറൻറ്റ് പോർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് വേണം നമുക്ക് ഇതെടുക്കാനായിട്ട്. താഴെ 3 ഇഞ്ച് കൂടാണ്ട് ഏറ്റവും അടിയിൽ ഈ ഒരു വൈറ്റ് പീസിൻ്റെ ഒരു സ്ട്രിപ്പും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. 37ൽ നിന്ന് 4 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 33 ആണ് വേണ്ടത്. പ്ലസ് ഇവിടെ നമുക്കൊരു ഏറ്റവും അടിവശത്ത് ഒരു ഇഞ്ച് മടക്കി അടിക്കാനും കൂടി. അപ്പോൾ 34 മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത്. വൈറ്റ് ആയതുകൊണ്ട് ലൈനിങ് ഇട്ട് തയ്ക്കുന്നുണ്ട്. അപ്പം ഇപ്പം നല്ല പീസാണ് ഇത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് വെച്ച് തന്നെ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ സെൻറ്ററിലുള്ള മാർക്കിങ് കൊടുത്തു. മുകളിൽ നമ്മുടെ ഹൈറ്റിൻ്റെ ലെങ്ത്തും വശവും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത് ആണ്. ക്രോച്ചിൻ്റെ ലെങ്ത് നമ്മൾ 12.5 ഇഞ്ചാണ് എടുക്കുന്നത്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 44 ആണ്. അപ്പം നമ്മളത് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുന്നത്. 11നെ നമ്മൾ 5ഉം 6ഉം ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത്തിരി ലൂസായിട്ടുള്ള പാൻറ്റായിട്ട് എടുക്കുന്ന കാരണം ഇവിടെ നമ്മൾ 6 ഇഞ്ചും ഇപ്പുറത്ത് നമ്മൾ 7 ഇഞ്ചും എടുക്കണം. ഇപ്പുറത്തേക്ക് 2 ഇഞ്ച് നമ്മൾ ക്രോച്ചിനായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ 5.5യും 6.5യും ആണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 6.7 എന്നാണ്. നമ്മളൊരു 1/2 ഇഞ്ച് കൂടി കുറച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഇഞ്ചിൻ്റെ ക്രോച്ചും പിന്നെ ബാക്ക് പീസിന് 1 ഇഞ്ച് അങ്ങോട്ട് തള്ളണമല്ലോ. അപ്പോൾ അതുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ശരിക്കും ഇവിടെ 5ഉം 6ഉം എടുത്താൽ മതി. നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടി എടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 5.5, ഇപ്പുറത്ത് 6.5. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വരയ്ക്കാം. 5.5 മുകളിൽ നമ്മൾ വള്ളിയാണ് ഇടുന്നത്. സിഗരറ്റ് പാൻറ്റിന് സാധാരണ നമ്മൾ ഇടാറ് ഇലാസ്റ്റിക് ഒക്കെയാണ്. ഇപ്പം നമ്മൾ എളുപ്പത്തിനും ഡ്യൂറബിളും നോക്കിയിട്ടാണ് വള്ളിയാക്കുന്നത്. ഈ ക്രോച്ചിൻ്റെ അവിടുന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രോച്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഞാനിപ്പം മെയിനായിട്ട് ട്രാൻസ്പെറൻറ്റ് പോർഷൻ എങ്ങനെയാണ് വരുന്നത്, പിന്നെ പോക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മറ്റേതെങ്കിലും പോർഷനിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം.
താഴേന്ന് നമ്മൾ ബോട്ടത്തിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം. നമ്മൾ ട്രാൻസ്പെറൻറ്റ് പോർഷൻ താഴെ വരുന്നത് കൊണ്ട് 4 ഇഞ്ച് കുറച്ചിട്ടാണ് ലെങ്ത് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ടിൻ്റെ അവിടുത്തെ ലെങ്ത് വരുന്നത് 16 അത് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ വണ്ണം നമ്മൾ 4 ഇഞ്ച് എടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ച് 4 ഇഞ്ച്. ഞാൻ ഇത്തിരി ലൂസായിട്ടുള്ള മോഡലിലാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും 4 ഇഞ്ച് 4 ഇഞ്ച് വെച്ചെടുത്തു. ഇവിടെ നമ്മൾ 5.5 ഇഞ്ച് വെച്ച് എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും 5.5 കിട്ടത്തക്ക രീതിയിൽ എടുത്തു. എന്നിട്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്യാണ്. നമ്മൾ ക്രോച്ച് വരച്ച് അവിടുന്ന് ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ പോർഷനാണ് വരയ്ക്കുന്നത്. അത് ഇവിടെ നമുക്ക് ക്രോച്ചിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മുകളിലേക്ക് ഞാൻ 2.5 ഇഞ്ച് ഇടുന്നുണ്ട്. 2 ഇഞ്ച് എടുത്താൽ മതി. ഞാൻ ഇത്തിരി ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് 2.5 ആക്കുന്നത്. വണ്ണമുള്ളവർക്ക് 2.5 എടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മളത് ഈ വേസ്റ്റിനെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ ഫ്രണ്ട് പീസിന്റെ ക്രോച്ചിലേക്ക് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് നമ്മളിത് ക്രോച്ചായിട്ട് ഈ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തതിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ഫ്രണ്ട് പീസിൽ നിന്ന്. അതുപോലെ ഇപ്പുറത്തെ വശത്തും 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് പോവുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് മാറ്റി നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഈ കയറ്റി വരച്ചതും ക്രോച്ചിൻ്റെ അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ താഴെ അടിവശത്ത് വെക്കാനുള്ള നെറ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാൻറ്റിൻ്റെ അടിയിൽ വെക്കാനുള്ള നെറ്റ് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ലെങ്ത്ത്. നമ്മൾ മുകളിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ പിന്നെ ബാലൻസ് 3 ഇഞ്ച് നെറ്റിൻ്റെ പീസാണ് ഇവിടെ ജോയിൻ്റ് ആയിട്ട് വരിക. അതിൻ്റെ അടിയിൽ നമ്മളൊരു 1 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ വൈറ്റ് പീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കാലിൻ്റെ വണ്ണം എത്രയാണോ കട്ട് ചെയ്ത് ആ ഒരു ലെങ്തിലേക്ക് കിട്ടാവുന്ന രീതിയിൽ 4 പീസാണ് എടുത്തിരിക്കുന്നത്. 1 2 3 4 പീസാണല്ലോ നമ്മുടെ പാൻറ്റിൻ്റെ പീസ്. അത് 4ലേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 പീസ് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെയും അടിയിൽ വരുന്ന വൈറ്റ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏറ്റവും മുകളിൽ വള്ളി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം വള്ളി ഇടാനായിട്ട് ആ ഒരു പടി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ 4ആയിട്ട് മടക്കിയ ഫോൾഡിങ്ങോടുകൂടിയ പീസാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ 1.5 ഇഞ്ച് വീതി മടക്കോട് കൂടിയാണ് കേട്ടോ. കണ്ടോ? ഇതിന് കട്ട് ചെയ്തെടുക്കുകയാണ്. വിഡ്ത്ത് നമ്മൾ നോക്കിയിട്ടില്ല, കാരണം അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആവറേജ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ വള്ളിയുടെ പടി ഏറ്റവും അടിവശത്തെ കാലിൻ്റെ അവിടുത്തെ ആ ഒരു പടി പോലെ വെക്കാനുള്ള പീസിന് നമ്മൾ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഫോൾഡിങ്ങോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ
ഫോൾഡിങ് ഒക്കെ കളഞ്ഞ് നമ്മൾ നെറ്റിൻ്റെ 4 പീസ് സിംഗിൾ പീസായിട്ട് എടുത്ത പോലെ തന്നെ ഇതും 4 പീസായിട്ട് സിംഗിൾ പീസായിട്ട് എടുക്കാനുള്ളതാണ്. ഈ ഫോൾഡിങ് കട്ട് ചെയ്ത് കളയുക. 4 സിംഗിൾ പീസായിട്ട് വന്നു. നമ്മൾ ഇത് ഓരോന്നും ഓരോ ലൈനിങ്ങിനോടൊപ്പം, ലൈനിങ് അല്ല നെറ്റിനോടൊപ്പം ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം. ഇതിൻ്റെ ഞാനിപ്പോൾ ലൈനിങ് ഇടുന്നുണ്ട് മുകളിലത്തെ പാർട്ടിന്. അപ്പോൾ അതുകൂടി ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ പോക്കറ്റ് കൂടി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പോക്കറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഫോൾഡിങ്ങിലാണ് ഇപ്പോൾ തുണി ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫോൾഡിങ് വരുന്ന രീതിയിൽ തുണി മടക്കിയിട്ടിട്ടുണ്ട്. താഴെ നിന്ന് നമ്മളൊരു 11 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടുന്ന് വിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, കൈ ഇടാനായിട്ട് നമ്മൾ ഇടുന്ന ആ ഒരു വശം നമുക്ക് കൈ കടത്താനായിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ചരിച്ച് കട്ട് ചെയ്യണം. ഫ്രണ്ട് പീസിനെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതിനെ നിവർത്തിയിട്ടിട്ട് ഇവിടുന്ന് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ താഴത്തേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന പോർഷൻ. ഇത് നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം. നമ്മൾ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത പോർഷനാണ്. അതിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ ആ ഒരു സൈഡിനെ, ഇതിപ്പോൾ 2 പോക്കറ്റിനുള്ളതുണ്ട്, അതുകൊണ്ട് ഞാൻ 2 സൈഡിലും പോക്കറ്റ് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലേക്ക് ഇതിനെ വെച്ച് കൊടുത്ത് കറക്റ്റ് ഇപ്പുറത്തേക്കും വരുന്ന രീതി കണ്ടോ. ഒരേ അളവിൽ മുകളിലും താഴെയും വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ വെച്ച് കൊടുത്ത പീസിൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം. ഇതിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമേ തന്നെ ഫ്രണ്ട് പീസിൻ്റെ 2 പീസും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ നെറ്റിൻ്റെ പീസ് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ലൈനിങ്ങിൻ്റെ പാൻറ്റിൻ്റെ കാലിൻ്റെ വശത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നെറ്റിൻ്റെ പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് നല്ല പീസ് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്ത് ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ 4 പീസും കാലിൻ്റെ 4 പീസും ഇങ്ങനെ നെറ്റ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് നെറ്റിലേക്ക് ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് പതിച്ചടിച്ചു. മറിച്ചിട്ട് നമ്മൾ ഈ നല്ല പീസ് ലൈനിങ്ങിലേക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. അതിന് ശേഷമാണ് താഴത്തെ പീസ് പിടിപ്പിക്കുന്നത്. നമ്മൾ ഇത് നെറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞു. അടുത്തത് ഇതിൻ്റെ താഴേക്ക് വരുന്ന 1 ഇഞ്ചിൻ്റെ പീസ് ആണ് ജോയിൻ ചെയ്യുന്നത്. അത് നമ്മൾ 2.5 ഇഞ്ചിൻ്റെ വിഡ്ത്തിലുള്ള പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ലൈനിങ്ങും നല്ല പീസും എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നെറ്റിൻ്റെ മുകളിലും താഴെയായിട്ട് ലൈനിങ്ങും നല്ല പീസും വെച്ച് കൊടുത്ത് അടിച്ചു മറിക്കുക.
ഓക്കെ, ഇതായപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു, ലൈനിങ്ങും നല്ല പീസും. എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ അറ്റം വശം നമ്മൾ മടക്കിയടിക്കുകയാണ്. ഇത് 1 ഇഞ്ച് വീതിയിൽ കിട്ടത്തക്ക രീതിയിൽ മടക്കിയിരിക്കും. ഓക്കെ, വയ്ക്കാനായിട്ട് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് ഫ്രണ്ട് പീസിന്റെ സൈഡ് കട്ട് ചെയ്ത വശത്തേക്ക് നമ്മൾ പോക്കറ്റിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, സൈഡ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട്, ആ ഒരു പീസിനെ നമ്മൾ, ഇതിപ്പോൾ നല്ല വശമാണ്, നല്ല വശത്ത് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടിക്കുക. എന്നിട്ട് ഇത് അപ്പുറത്തേക്ക് അകത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സൈഡിൽ പോക്കറ്റിന്റെ ആ ഒരു സ്ലാൻഡിങ് ആയിട്ട് വെട്ടിയ വശത്ത് നമ്മൾ അടിച്ചു വെച്ചു. എന്നിട്ടിത് ഉള്ളിലേക്ക് മറിച്ചിട്ടു. അതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടതിനെ നമ്മൾ ഇതിങ്ങോട്ട് നീക്കിയിട്ട് ഈ താഴത്തേക്ക് നീങ്ങി നിൽക്കുന്ന വശം എടുത്ത് ഇതൊപ്പം പിടിച്ചിട്ട് ഈ ഒരു സൈഡ് അടിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡും അടിച്ചു വെച്ചു. എന്നിട്ട് ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ടാണ്, തയ്യൽ തുമ്പ് അകത്തേക്ക് പോക്കറ്റിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ടു. എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ വേസ്റ്റ് പടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ അടിച്ചു പോവുക. ഈ ഒരു വശം നമ്മൾ ബാക്ക് പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ പോക്കറ്റ് കിട്ടി. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യമേ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ മോൾ വശത്തും ഈ സൈഡിലേക്കും പോക്കറ്റ് ജോയിൻ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ പിടിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും സൈഡ് വശം, ക്രോച്ചിൻ്റെ വശമല്ല, സൈഡ് വശം തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് താഴെ വരെ. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് ക്രോച്ചിൻ്റെ വശം ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോച്ചിൻ്റെ വശം രണ്ട് കാലുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇത് ഞാൻ ഇനി ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മൾ പിന്നെ പടിയെല്ലാം വെച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് ഫിനിഷായി. പോക്കറ്റും ഒക്കെ റെഡിയായി. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്